ഹലോ, വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ പ്രിയ റസാഖ്. തക്കുടു. ഇന്ന് തക്കുടിനെ കുറിച്ച് പറയാനുള്ളത്. അതെ, അതുകൊണ്ട് തക്കുടുണ്ട്. അതല്ല കരഞ്ഞിട്ട് അല്ല തക്കുടുവിനെ പറ്റി തന്നെയാണ് അല്ലേ. മെയിൻ ആള് തക്കുടുവാണ്, മെയിൻ ക്യാരക്ടർ തക്കുടുവാണ്. എന്നാ പറഞ്ഞോളൂ. അപ്പൊ ഇന്നെന്താണ് പറയാനുള്ളത്? പറയും. ഇന്ന് നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ തക്കുടുവിനെ പ്രസവിച്ചത് സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ തക്കുടുവിനെ മാനേജ് ചെയ്തത്. അതായത് എൻ്റെ അമ്മ അവിടെ ഉണ്ട്. തക്കുടുവിനെ മാനേജ് ചെയ്യുക മീൻസ് നമ്മളൊരു ഹോം നേഴ്സിനെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ. പിന്നെ അതുപോലെ എൻ്റെ കെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എങ്ങനെയാണ്, എന്താണ് സംഭവം എന്നുള്ളത് അതെല്ലാവർക്കും പറ്റും. എന്താ പറയുക, ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് വരെ അത് പറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റും. ഒറ്റയ്ക്കൊരു തക്കുട് മാത്രം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ആ കാര്യത്തില് അവരോട് ഭയങ്കര ഒരു പ്രൗഡാണ്, ഒരു ബഹുമാനം, എക്സ്ട്രാ ബഹുമാനം. കാര്യം എന്താ വെച്ചാല്, സിസേറിനെ കഴിഞ്ഞ് അന്ന് മുതൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ സ്വന്തം നോക്കുക എന്ന് പറയുന്നതൊരു വലിയ കാര്യം തന്നെയാണ്. അതെ, അത് ഞാൻ എൻ്റെ ഹെൽപ്പുണ്ട്. അങ്ങനെയല്ല ഇപ്പൊ അതെ അതെ, ഹെൽപ്പ് ഇല്ല എന്നല്ല. ഇപ്പൊ ഇവിടെ വീട്ടിൽ ആളില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ അമ്മ ഉണ്ട്, കാക്കു ഉണ്ട്, പിന്നെ കുഞ്ഞാറ്റ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, എന്നാലും നമ്മൾ പൊതുവേ ഇപ്പോൾ എല്ലാ വീട്ടിലും ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നാലും എന്തിനാണ് ഈ പ്രസവം കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ ഹോം നേഴ്സിനെ വെക്കുന്നത്? എല്ലായിടത്തുള്ളൊരു ചടങ്ങാണത് ഹോം നേഴ്സിനെ വെക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഞങ്ങൾ വെക്കാൻ വേണ്ട, അല്ല, ഒരു മുന്നേ ഹോം നേഴ്സിനെ വെച്ചൊരു കഥ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തു വേണ്ടാന്ന് എനിക്ക് തോന്നി. പിന്നെ ചെയ്യാൻ പറ്റും. അതെ, ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ എന്നെ അമ്മ അറിയാം എന്താണ്, രണ്ട് സൈഡിൽ നിന്നും തണ്ടിട്ട് താങ്ങണം, എന്നാലേ നിവർന്ന് നിൽക്കുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് എന്തോ എനിക്ക്, അതായത് സിസേറിയൻ കഴിഞ്ഞ എന്താ പറയുക, ഈ കുട്ടി വന്ന് വർത്താനം പറയാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാക്കുവിന്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തായാലും ഒരു 3 days അല്ലേ. എനിക്ക് പിന്നെ വേറെ കുഴപ്പങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ 3 days ആണ് ഫസ്റ്റ് നമ്മൾ നിന്നത്. പിന്നെ അതിന് ശേഷമാണ്, വീട്ടിലെത്തിയതിനു ശേഷമാണ് ഗ്യാസിന്റെ പ്രശ്നം. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡ്രിപ്പ് ഇടുമ്പോൾ ഗ്യാസിന്റെ പെയിന് വയറിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രിപ്പ് നിൽക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയിട്ട് മെഡിസിനൊക്കെ കുടിക്കുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ശരിയായില്ല. ആ ഒരു സംഭവം നമ്മൾ പറയാം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ രാത്രിയാണ് അതെ ഗ്യാസിന്റെ വേദനയായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ അമ്മനെ അല്ലെങ്കിൽ കാക്കൂൻ്റെ ഉമ്മനെ ഒന്നും രാത്രി കുട്ടി കരയണ സമയത്തൊന്നും ഞാൻ വിളിച്ചുണർത്താറൊന്നുമില്ല കേട്ടോ. അപ്പൊ കാക്കു ചിലപ്പോ നിങ്ങൾ നിന്നിരുന്നു അവിടെ. അപ്പൊ പിന്നെ എന്താ പറയാ, ഞാൻ എന്നെ കുട്ടീനെ എന്താ പറയാ മീൻസ് കുട്ടീനെ എടുക്കാനും പാലെടുക്കാനും ഒക്കെ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിലപ്പോ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, വലിയ അത്ഭുതമായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് അതെ ആയിരിക്കും, അതെ അതെ, അത്ഭുതം തന്നെയാണ്. താഴത്ത് കൊണ്ടാക്കിയേക്ക് ഇങ്ങനെ കിലും അങ്ങനെ നമ്മള് വീട്ടിലെത്തിയതിനു ശേഷം എൻ്റെ എന്താ പറയാ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്റ്റൂളിലിരുന്നിട്ട് എന്താ പറയാ കുളിക്കും. നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ഒരു എണ്ണയൊക്കെ തേച്ച് കുളിക്കുക എന്നുള്ളത് ഒരു ഇതാണല്ലോ. പക്ഷെ ശരിക്കും സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു കൊതിക്ക് മീൻസ് നമ്മൾ ഈ ഹോം നേഴ്സിനെ ഒക്കെ ചെയ്യുന്നതല്ലോ. ഞാൻ കാക്കുവിനോട് പറഞ്ഞു, കാക്കു ഇങ്ങനെ മേത്ത് തേക്കണ ഒരു തരം എണ്ണ, എന്താണ് ധന്വന്തര എണ്ണ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്, അപ്പൊ അത് വാങ്ങിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് ഫസ്റ്റ് കുഞ്ഞാറ്റയുടെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് രണ്ടാമതൊരു ഹോം നേഴ്സ് ചേച്ചി വന്നു പറഞ്ഞല്ലോ. അപ്പൊ അവര് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ എൻ്റെ ഡയറിയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. മീൻസ് എന്തൊക്കെ മരുന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള സംഭവം, അരിഷ്ടൊക്കെ എന്തായിരുന്നു എന്നൊക്കെ. മിണ്ടായിരിക്കേ ഷട്ടപ്പ്. അപ്പൊ എന്തൊക്കെയാണ് അരിഷ്ടൊക്കെ, അതിന്റെ പേരൊക്കെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ കാക്കുവിനെ കൊണ്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അരിഷ്ടം ഉണ്ടല്ലോ, അത് കൊണ്ടുവച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു എണ്ണ വാങ്ങിക്കാൻ പറഞ്ഞു. എണ്ണ എനിക്ക് ബോഡിയിൽ മൊത്തം തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയ്യിലും കാലിലും ഒക്കെ, പിന്നെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാവണല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു. മിണ്ടായിരിക്കണേ, ഇവിടെ പറയാൻ സമ്മതിക്കില്ല.
സോറി ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ എന്നിട്ടൊരു സ്റ്റൂളിട്ട് അമ്മ എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് ബക്കറ്റിൽ ഒഴിച്ച് തരും. ഞാൻ തന്നെ സ്റ്റൂളിട്ടിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ മൂത്രത്തുണികൾ അലക്കുക തിരിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, മൂത്രം ഒഴിച്ചാൽ തന്നെ വേഗം നമ്മൾ ബെഡ്റൂമിൽ തന്നെ ഇത് ബാത്റൂം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കൊണ്ടുപോയിട്ട് തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ബക്കറ്റിലിട്ട് വെക്കും. പിന്നെ അമ്മ എന്താ പറയുക, രാവിലെ വൈകുന്നേരമുള്ള ടൈമിൽ അമ്മ അത് ക്ലോത്ത് വാഷ് ചെയ്യും. അപ്പോൾ അപ്പൊക്കെ ഇട്ടെങ്കിലും നമ്മൾ അപ്പം തന്നെ ക്ലോത്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഡെറ്റോളിൻ്റെ വെള്ളത്തിൽ നമ്മൾ മുക്കി വയ്ക്കും. അത് അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഈ വാഷ് ചെയ്യുന്ന സംഭവം പിന്നെ അമ്മ ചെയ്യും. പിന്നെ അമ്മ ഇവിടെ ഫുഡ് കുക്ക് ചെയ്യാനും പിന്നെ എന്താ പറയുക ബാക്കി വീട് നോക്കാനും ഒക്കെ അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ നീ ഈ മൈക്കിൽ ഇങ്ങനെ കേൾക്കൂ ഈ കുട്ടി കൂക്കു പറയണത് കേൾക്കില്ല. അപ്പൊ പിന്നെ അതേമാതിരി തന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ പുക്കിൾ കൂടി കൊഴിഞ്ഞ് പോയിട്ടാണ് നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പുക്കിൾ കൂടി കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയ ഒരു പിറ്റേ ദിവസം തൊട്ടിട്ട് നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുക, അമ്മയൊന്ന് കുളിപ്പിക്കുന്നുണ്ടായിരുന്നത്. കൂടെ ഇങ്ങനെ കുറുമ്പ് കാട്ടി ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ പിന്നെ അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ അമ്മ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൂടെ ഏൽപ്പിക്കും. പിന്നെ ഞാനും തക്കടും. സാധാരണ ഒരു മോം നേഴ്സിനെ വെക്കാൻ പാകില്ലാത്ത വീട്ടിലൊക്കെ ഒരു ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവുമല്ലേ? ആയിരിക്കും. ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. ഇത് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. നമുക്കൊരു എക്സ്പീരിയൻസ് പറയാനൊരു പ്ലാറ്റ്ഫോം ഉള്ളതിനെ കൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു മാതൃകയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം സുഖപ്രസവമായിരുന്നില്ല, സിസേറിയനായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്തത് എന്നുള്ളതാണ്. അതിപ്പോൾ കാക്കുവിൻ്റെ സിസ്റ്റർക്ക് സിസേറിയനായിരുന്നു. അപ്പോൾ അവളും പറയും ഒറ്റയ്ക്ക് മാനേജ് ചെയ്തു എന്നൊക്കെ പറയണത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്ന്. കാരണം അവർക്കൊക്കെ ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കൊരു അത്ഭുതമായിരുന്നു, ഒറ്റയ്ക്ക് ചെയ്തോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനും ഒരു കാരണമായത്. അതെ അതെ, എല്ലാവർക്കും അത് പറഞ്ഞാൽ മേ ബി ഞാനത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നൊന്നുമല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് പറ്റും എന്ന് ജസ്റ്റ് കാണിക്കണേ ഉള്ളൂ. അപ്പോൾ എന്താ പറയാ, പിന്നെന്താ ഇപ്പൊ രാത്രിയിലൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ ഞാനും എന്താ പറയാ, ഞാനും കുഞ്ഞാറ്റിയും കാക്കും കൂടെ ആയിരുന്നു. നമ്മളത് അടുത്ത റൂമിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു രാത്രിയിൽ കിടക്കാറുണ്ടായിരുന്നത്. അപ്പോൾ കാക്കുവിന് പറഞ്ഞാൽ വർക്ക് ഉണ്ടാവും പിറ്റേ ദിവസങ്ങൾ. അപ്പോൾ വർക്ക് മിസ്സാക്കാൻ പറ്റൂല, രാത്രി ഉറക്കം ഒഴിച്ചിട്ട് കുട്ടീനെ നോക്കിയിരിക്കാൻ പറ്റൂല. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയാ, അതേപോലെ തന്നെ അമ്മേനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. കാരണം അമ്മ രാത്രി ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വീട്ടിൽ നമ്മൾ പട്ടിണിയായി പോകും, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അമ്മേനെയും ഉറക്കം കളയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ രണ്ടാളെയും ബുദ്ധിമുട്ടിക്കൂല. കുട്ടി കരയണമെന്ന് പറഞ്ഞിട്ട് മീൻസ് എനിക്ക് ഉറങ്ങണം എന്നുള്ള രീതിയിൽ രണ്ടാളും ഞാൻ വിളിക്കില്ല. പിന്നെ കാക്കു വർക്കൊക്കെ കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ കാക്കു ഭൂമി വിളിക്കാനും നീക്കൂല, അത്രയും ക്ഷീണിച്ചിറങ്ങാവൂലേ. അതെ, അപ്പോൾ വർക്ക് ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ പറയാ മാനേജ് ചെയ്യും. പിന്നെ പറഞ്ഞാൽ എന്താ പറയാ, എത്രയാണെങ്കിലും നമ്മൾ അമ്മമാർ നീക്കാനല്ലോ. പിന്നെ വേറെ സംഭവം വെച്ചാൽ നമ്മൾ പറയും ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെ പാല് കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ എത്ര എനിക്ക് വയ്യെങ്കിലും ഞാൻ എണീറ്റിരുന്നിട്ട് തന്നെ ഞാൻ പാല് കൊടുക്കുകയുള്ളൂ. ശരിക്കും നമ്മൾ കിടന്ന് പാല് കൊടുക്കാൻ പാടില്ല എന്നാ പറയുക, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ. കാരണം നമ്മൾ അഥവാ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പാല് മതിയായോ അല്ലെങ്കിൽ അവരെ വായിൽ പാല് നിറഞ്ഞോ, മീൻസ് അതിങ്ങനെ അങ്ങനത്തെ സംഭവം ഒന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ വായിൽ പാല് നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തുപ്പിക്കളയണം എന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അത് തൊണ്ടയിൽ ഇരുന്നിട്ടൊക്കെ ആപത്തുകളൊക്കെ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോരോ വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ എണീറ്റ് ഇരുന്നിട്ട് തന്നെ പാല് കൊടുക്കേണ്ടത്. അത് പ്രസവിച്ച എന്താ പറയുക ആ ഒരു പിറ്റേ ദിവസം തൊട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലത്തെ എന്താ പറയുക സമയത്തൊക്കെ എന്താ പറയുക നമ്മളെ കയ്യിൽ ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പറ്റൂല, കൈയും കുത്തി എണീക്കാൻ നമുക്ക് അത്രയും പറ്റൂല. അപ്പൊക്കെ ആരെങ്കിലും സഹായത്തിൽ നമ്മൾ ഇപ്പൊ ആരെങ്കിലും മീൻസ് കാക്കുവിന്റെ ഉമ്മ അതേമാതിരി കാക്കുക, പിന്നെ എന്റെ അമ്മ പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആടോ അപ്പൊ നിങ്ങൾ പല സമയത്തും പുറത്താവുമായിരുന്നു, റൂമിൽ കിടക്കാനൊന്നും നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, പുറത്തല്ലേ കിടന്നിരുന്നത്. അപ്പോൾ എന്താ പറയാ ഒന്ന് ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെ അന്ന് ദിവസം പിന്നെ പിറ്റേത് ഒക്കെ തൊട്ടിട്ട് നമ്മൾ എണീറ്റിരുന്നിട്ട് തന്നെയായിരുന്നു പാലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നത്.
അപ്പോൾ എന്താണ് രാത്രിയിൽ പറഞ്ഞു കതച്ച്. അതെ അല്ല നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഇതാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ എല്ലാ സമയത്തും കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമൊക്കെ ആണെങ്കിലും എല്ലാ രാത്രികളിലും ഞാൻ തന്നെയാണ് കുട്ടീനെ മാനേജ് ചെയ്തിരുന്നത്. അതായത് ഉറങ്ങാണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നൊക്കെ പറയൂലേ. അപ്പം അതിലെനിക്ക് എന്താ പറയുക സ്ട്രെസ് ഉണ്ടെന്ന് ചോദിച്ചാൽ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. അഭിമാനമാണ് എന്നെ കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ ചേഞ്ചസ് മീൻസ് എൻ്റെ ബിഹേവിയറിൽ തന്നെ കുറേ ചേഞ്ചസ് വന്നു. എനിക്ക് തോന്നുന്നു ഡെലിവറി ആ ഒരു എന്താ പറയുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മളറിയില്ല എന്താണ് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ ഡിപ്രഷൻ ബാധിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോഴും ശരിയാണ്. നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം വരെ ആ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇപ്പോൾ 2 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും 2 വർഷം ആയിട്ടില്ല, 1.5 ആയപ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു നൂൽപ്പാലത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാക്കുവിൻ്റെ സപ്പോർട്ട്, കാക്കുവിൻ്റെ മാതിരി ഒരു ഹസ്ബൻഡ് അയ്യോ എടുത്തിരുത്തി പൊക്കി പറയാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. പക്ഷേ സത്യമായിട്ടും മെയിനായിട്ട് നമ്മളെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് മീൻസ് എനിക്ക് വേറെ എക്സ്റ്റേണൽ സ്ട്രെസ്സ് കാര്യങ്ങൾ ഒന്നുമില്ല. എനിക്ക് ഈ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന കുറേ ചേഞ്ചുകളും അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് നല്ലോണം ഉണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ എന്താ പറയുക കാക്കുവിൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോൾ പല രീതിയിലാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴൊക്കെ വീഡിയോയിലൊക്കെ കുറേ എൻഗേജ്ഡ് ആവുന്ന സമയമാണ്. ഇപ്പോൾ കാക്കുവിനോട് അറിയണം എനിക്ക് പറ്റൂല ഈ അവിടെ ഇരുന്നു. കാക്കുവിനോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല. എനിക്ക് ക്ഷീണമുണ്ടോ അതൊക്കെ ഫുഡ് കഴിച്ചോ എന്ന് മാത്രം, നേരത്തിന് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കും. അതിന് പറഞ്ഞ് ചീത്ത പറയും. അല്ലാണ്ട് വേറെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്ഷീണമുണ്ടോ സ്ട്രെസ് ഉണ്ടോ അങ്ങനൊന്നും ചോദിക്കൂല. കാരണം കാക്കുവിനെ അറിയാം ഒരു ചെറിയ ഒരു തലവേദനേൻ്റെ അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ സൈഡ് ആവണ ആളാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഈ വയറ് വെച്ചിട്ട് ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ഇതിലൊക്കെ കാക്കുവിന് പറയാൻ ഞാനും ഓക്കെ ആണെന്ന്. അതുകൊണ്ട് തന്നെ കാക്കു എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് എന്നോട് ശരി പറ്റുമോ പറ്റൂലേ വയ്യേ അല്ലെ ചെയ്യണ്ട വേണ്ട എനിക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡൗൺ ആവും. പിന്നെ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളൊരു ഇതില് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് അങ്ങനെ തോന്നും എനിക്ക്. അപ്പോൾ എന്താ പറയുക മെയിനായിട്ട് കാക്കുവിന് സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ cheerful ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ കയറില്ലേ. അങ്ങനെ രാത്രിയിലൊക്കെ ഞാൻ തന്നെയാണ് കുട്ടീനെ മാനേജ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ വേറൊരു വലിയ കാര്യം എടുത്തു പറയാനുള്ളത്, എനിക്ക് ഗ്യാസിൻ്റെ വയറുവേദന നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ആകെ എന്താ പറയുക അത് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ വീട്ടിൽ 2 ദിവസം താമസിച്ചു. അതിന് ശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയത്, അഡ്മിറ്റായി. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ 2 ദിവസം ഗ്യാസിൻ്റെ നമ്മൾ ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് ഡ്രിപ്പ് കയറുമ്പോൾ ആ പെയിൻ അത്രയ്ക്കും എടുക്കൂലായിരുന്നു. പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഫുൾ ടൈം ഡ്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പെയിൻ അറിയാം. ഡോക്ടറോട് തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഈ സാധനം ഇങ്ങനെ മരുന്ന് കയറുമ്പോൾ നമുക്ക് ഇതില്ല വേദന അറിയുന്നില്ല, പക്ഷെ അത് നിൽക്കുന്ന കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ വേദന വരുന്നുണ്ട് കേട്ടോ ഞാൻ ഡോക്ടറോട് തന്നെ പറയണ്ടായിരുന്നു. അപ്പോൾ അവർ ഇത് പറയുമ്പോൾ വീണ്ടും മരുന്ന് കൊണ്ട് കുത്തി കയറ്റും, അടുത്ത മരുന്ന് കയറ്റുമായി. അങ്ങനെ എന്തായാലും ജസ്റ്റ് 4 days കടന്നിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ആയി പോയി. അതായത് സിസേറിയൻ കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വേദന തുടങ്ങി അല്ലേ. എന്താ പിന്നെ ഇതിൻ്റെ മൂത്ത കുട്ടി സാരില്ല ഇതാ ഈ കുട്ടീനെയാണ് ഹോം നേഴ്സ് നോക്കിയ കുട്ടി. അതെ പാവണിച്ചല്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്താ പറയുക വീട്ടിലെത്തി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് പെയിൻ കാക്കുനോട് ചോദിക്കണ്ടേ വേദന ഉണ്ടോ ചോദിക്കേണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാലും ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണല്ലോ നമ്മളൊക്കെ ഒരു മനസ്സിലുണ്ടാവുക. അപ്പോൾ ഞാൻ വേദന ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ കയറി. പിന്നെ കാറിൽ കയറിയപ്പോഴാണ് അവിടുന്ന് കയറുമ്പോൾ തന്നെ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ വന്നത്. കാരണം പിന്നെ തൃശ്ശൂരിൽ നിന്ന് അതേതാ സ്ഥലം എന്താണ് അവിടുന്ന് മദർ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ അക്കിക്കാവിൽ ഞങ്ങളുടെ വീട്ടിലെത്തണ വരെ ഞാൻ വേദന സഹിച്ചിട്ട് എൻ്റെ അമ്മോ അത് ഓർക്കാൻ വയ്യ. ഞാനപ്പോൾ ഈ ഗതാഗത മന്ത്രിനല്ലേ അല്ല ഗതാഗത മന്ത്രി അല്ല പൊതുമരാമത്ത് അല്ലേ ആ ചങ്ങായിനെ ഞാൻ കുറേ ഒന്ന് ദ്രാവിയിട്ടുണ്ട്. എൻ്റെ അമ്മോ അത്രയും പേര് കുഴി ചാടി തന്നെയാണ് എൻ്റെ വേദന ഇളകിയത്. അതെ. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് കാലിൽ നിന്നിട്ട് ഇറങ്ങാൻ വയ്യ, അതായത് കാല് ഇവിടെ നിലത്തേക്ക് എടുത്ത് വെക്കാൻ വയ്യ, പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ വയ്യല്ലോ. അപ്പോൾ അതും കൂടെ ഓർക്കാൻ വയ്യ. എങ്ങനെയൊക്കെയോ ഇറങ്ങി വീടിനുള്ളിൽ കയറി കിട്ടി. പിന്നെ വന്ന് കിടന്നു. പിന്നെ ഒരു ഗ്യാസിൻ്റെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ, പിന്നെ അത് കുടിച്ചു. പിന്നെ ഒന്ന് കുറച്ച് നോക്കിയായി. പിന്നെ വീണ്ടും പെയിൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനത്തെ രീതിയിൽ. പിന്നെ പെയിൻ ഇങ്ങനെ കൂടാൻ തുടങ്ങി.
ആദ്യത്തെ ഇപ്പോൾ 2 ദിവസമൊക്കെ ഒരു മിനിമൽ ഇതിലിങ്ങനെ പോവായിരുന്നു പെയിൻ കേട്ടോ. അതായത് പെയിന് എന്താ എങ്ങനെയാ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും സിമ്പിളായിരുന്നു പ്രസവ വേദന എന്നുള്ളത്. അതായത് ആ പ്രസവിക്കണ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും വരുമ്പോ തന്നെ നമുക്കറിയാം നല്ല ഗ്യാസ് ഉള്ളവർക്ക് വയറ് കട്ടഞ്ഞ്. അതെ. ഇപ്പൊ ഈ പ്രസവിക്കുന്ന വേദന ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പറയും ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു കൺട്രാക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ ഏറ്റവും പീക്ക് ലെവലിൽ കൺട്രാക്ഷൻ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതെന്താ വെച്ചാൽ അവിടെയുള്ള ഡോക്ടർമാരെ നമ്മളിപ്പോൾ ഈ കൂടി നിൽക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അവിടെ അന്നൊരു 6 പ്രഗ്നൻറ്റ് ലേഡീസ് ഡെലിവറിക്ക് വേണ്ടി കിടക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കൺട്രാക്ഷൻ ഉണ്ടായിരുന്നത് എനിക്കാണ്. അപ്പോൾ എന്നിട്ടും ഒന്നും ആവണില്ല. അതായത് 24 മണിക്കൂർ ഞാൻ വേദന സഹിച്ചാലായിരുന്നു. അപ്പോൾ 24ാമത്തെ മണിക്കൂറിലേക്ക് എത്തിയപ്പോഴേക്കും പെയിന് നമ്മൾ നോർമലി പറയും കുറച്ച് നേരം എന്താണ് ഒരു 5 മിനിറ്റ് പെയിൻ ഉണ്ടാവും, പിന്നെ 2 മിനിറ്റ് റെസ്റ്റ് കിട്ടും എന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ്ലി 24 മണിക്കൂറും പെയിൻ ആയിരുന്നു. അത് സ്റ്റെപ്പ് മേലേക്ക് കൂടുന്ന പെയിന്. അതിലൊരു റെസ്റ്റ് കിട്ടുന്ന സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ അറിയാൻ പറ്റും എത്രത്തോളം പെയിൻ ഉണ്ട്, കൺട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് അത്രയും, അതായത് വാട്ടർ ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. വെള്ളം പോയി ലാസ്റ്റ് ആയപ്പോഴേക്കും ഒന്നും പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും എന്താ പറയുക, കുട്ടീനെ വെള്ളം കഴിഞ്ഞ് ഹാർട്ട് ബീറ്റ് കുട്ടീനെ ഏൽക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ സിസേറിയന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എത്രത്തോളം വയറ് ടൈറ്റായി പെയിൻ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ആ പെയിനിനെക്കാട്ടും കൂടുതലായിരുന്നു എനിക്ക് ഗ്യാസ് വന്നിട്ടുള്ള പെയിന്. അന്ന് പ്രസവവേദനയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് വിളിച്ച് നിലവിളിക്കാനും എൻ്റെ അപ്പുറത്തെടുക്കുന്ന ആൾക്കാരൊക്കെ ഓരോ എണ്ണിപ്പോക്കി കരയേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, എനിക്കൊരു കോംപ്ലക്സോ എന്താ എനിക്കറിയില്ല, ഇനി വേറെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു അങ്ങനെ എന്താ വിചാരിച്ചിട്ടാണെന്നറിയില്ല, ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ തലണി തിന്ന് അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ പറയാൻ കടിച്ചു പിടിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. ആരൊക്കെ തല വെച്ച തലണിയാണോ, ഞാനത് കടിച്ചു പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു പ്രസവവേദന ഇതിലും എനിക്ക് സുഖമായിരുന്നു. ഈ വേദന വന്നപ്പോൾ ഞാൻ കരഞ്ഞു, മീൻസ് ഞാൻ ആർത്ത് വിളിച്ച് കരഞ്ഞു, അത്രയും പെയിനായിരുന്നു. അതായത് നമ്മളെ വയറ്റിലത്തെ കുടൽ അങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി കൊളുത്തി വലിക്കൂലേ, അങ്ങനത്തെ പെയിൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ബെഡിൽ നിന്ന് ഞാനിങ്ങനെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 30 ഡിഗ്രി നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇങ്ങോട്ട് മേലേക്കും പൊന്താൻ പറ്റൂല, പിന്നെ താഴത്തേക്കും കിടക്കാൻ പറ്റൂല. ഈ 30 ഡിഗ്രിയിൽ അങ്ങനെ ഇരിക്കണം. ഒരു 2 മണിക്കൂറൊക്കെ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ 2 തലനൊക്കെ ഇവിടെ വെച്ചിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റൂല, അത്രയും പെയിൻ. ശ്വാസം എടുക്കുമ്പോൾ വരെ ഈ വയറിൻ്റെ ഈ കുടലുകൾ കിടന്ന് കൊളത്തും. അങ്ങനെ സാധാരണ 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ ഈ വേദന ഒന്ന് റിലീഫ് ആവും. മറ്റേ മരുന്ന് കുടിച്ചിട്ട് ഒരു എന്താ പറയുക, ഗ്യാസിൻ്റെ ഒരു മരുന്ന് കുടിച്ചിട്ട് ഇരിക്കുമ്പോൾ 2 മണിക്കൂറൊക്കെ ഇരുന്ന് 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പെയിൻ ഇങ്ങനെ പതുക്കെ വിടും. പക്ഷെ അന്ന് ആൾക്ക് വർക്കിന് പോയൊരു ദിവസം, അതായത് 3-ാം ദിവസം വീട്ടിലെത്തിയിട്ട് 3-ാം ദിവസം എന്താ പറയുക പെയിന് വിടുന്നില്ല. ഞാനൊരു ഉച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് രാത്രി 7 മണി 8 മണിയൊക്കെ നിങ്ങൾ എത്തണല്ലേ, അതുവരെ എനിക്ക് പെയിന് വിടുന്നില്ല. അപ്പോൾ തന്നെ ആൾക്ക് വന്നിട്ട് എന്താ പറയുക ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ പെട്ടിയും പോക്കണൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. ഈ വേദന എന്തായാലും ഇവിടെ മീൻസ് വേദന വിടണില്ല, ഞാൻ അവിടെ ഇരുന്നാലും വേദന ഇതാവില്ല, ഇപ്പം നടന്നാലും ആ വേദന തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ ആ വേദന വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അതെ, ഹോസ്പിറ്റലിൽ പോയി. രാത്രി അതെ മറ്റേ വീണ്ടും എന്താണ് ഡെലിവറി വാർഡിലേക്ക് തന്നെയല്ലേ പോയത് അല്ലേ, പ്രസവിക്കാൻ ആ സ്ഥലത്തേക്ക് തന്നെയാണ് പോയത്. എന്നിട്ട് അവിടെ അന്ന് കിടന്നു. അവർ മരുന്നിട്ടപ്പോൾ പെയിന് മാറിയിട്ട്, അത് വേറെ കാര്യം. അവർ മരുന്നിട്ടപ്പോൾ അപ്പം തന്നെ പെയിന് മാറി. ഡോക്ടറൊക്കെ വിചാരിച്ചു മാറുന്നില്ല, എന്തോ ഒരു ചെറിയൊരു മരുന്ന് കഴിച്ചിട്ടാണ് മാറി. അവർക്ക് ഒന്നും മനസ്സിലാവണില്ല അതെന്താ സംഭവം. ആദ്യം ഡോക്ടർ വിചാരിച്ചത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ ഡെലിവറി കഴിയുന്ന ലേഡീസിന് എന്തോ പാൻക്രിയാസിൽ കല്ല് വരിക അങ്ങനെ എന്തോ ഒരു സംഭവം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ആ സാധനം ആ ഒരു ഗ്രന്ഥി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം മാറും. അപ്പോൾ അതാണ് ഡോക്ടർ ആദ്യം വിചാരിച്ചത്. അപ്പോൾ പക്ഷേ സംഭവം അപ്പോൾ അതാണോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇത് ചെയ്തു, എന്താ പറയുക സ്കാനിങ് ഉണ്ടല്ലോ, കല്ലുണ്ടോ എന്നൊക്കെ വെച്ചിട്ട് സ്കാൻ ചെയ്തു. പക്ഷെ അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, അതിൽ കല്ലും ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം എന്താണെന്നുള്ളത് വീണ്ടും എന്ന് പറയില്ല, മരുന്നിടുമ്പോൾ വേദന മാറുന്നുണ്ട്, മരുന്ന് നിൽക്കുമ്പോൾ വീണ്ടും വേദന വരികയാണ്. അപ്പോൾ ഡോക്ടർ എത്ര ചെക്ക് ചെയ്തിട്ടും ഡോക്ടറിന് മനസ്സിലാവില്ല അതെന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ ഡോക്ടറിൻ്റെ വയറ് മൊത്തം സ്കാൻ ചെയ്തു. അതായത് നമ്മളിപ്പോൾ ഇനി ഡോക്ടർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി വല്ല സാധനം അതിനകത്ത് മറന്നു വെച്ചോ, നമ്മളങ്ങനെ പറയില്ല, അല്ല സൂചി നൂലോ പഞ്ഞിക്കെട്ടോ എന്തെങ്കിലും മറന്നു വെച്ച് അങ്ങനെ സ്കാൻ ചെയ്തു. ക്ലീൻ സിസേറിയൻ, അതായത് നമുക്ക് ബ്ലീഡിങ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല സിസേറിയൻ കഴിഞ്ഞിട്ട്, അത്രയും ക്ലീൻ സിസേറിയനായിരുന്നു. അപ്പോൾ നമുക്ക് വയറൊക്കെ അത്രയും പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, വയറ്റിലൊന്നും കാണുന്നില്ല, ഒരു പൊട്ടും പൊടി ഒന്നുമില്ല വയറ്റിലൊന്നും. അപ്പോൾ എന്താ പിന്നെ അതിന് ശേഷം വേറൊരു തരം സ്കാനിങ്,
MRI സ്കാനിങ് അല്ലേ, നമ്മൾ ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോണ ആ സാധനം ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയും കടത്തി വിട്ടു. അവിടെയും ക്ലിയർ, അവിടെയും ഒന്നുമില്ല, ഒരു സാധനവും അതിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഓക്കെയാണ്. അപ്പോൾ എന്നെ നോക്കിയിരുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അതായത് എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ കൈ ഒഴിഞ്ഞു. ഇനി എനിക്കിതിലൊന്നും ചെയ്യാനില്ല. വയറിൻ്റെ ഡോക്ടർ, വയറിന് മാത്രമുള്ള ഡോക്ടർ ഉണ്ടല്ലോ, അപ്പോൾ വയറിൻ്റെ ഡോക്ടറിനെ അങ്ങനെ കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ അമർത്തിയൊക്കെ നോക്കുന്ന സമയത്ത് ചില ഭാഗത്ത് അമർത്തുമ്പോൾ വേദന ഉണ്ടാവും, പിന്നെ സിസേറിയൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർക്കും നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നം ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. മീൻസ് എന്തുകൊണ്ടാണ് ഈ ഇത്രയും കഠിനമായിട്ടുള്ള പെയിന്, എത്രയും സ്കാൻ ചെയ്തിട്ടും ഒരു പ്രശ്നമില്ലാത്ത ബോഡിയിൽ ഇത്രയും കഠിനമായ പെയിൻ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അവർക്കും. അതെ, ഗ്യാസ് ഇതിൽ കാണാൻ പറ്റൂലല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ആ ഡോക്ടറും സംശയം കൊണ്ട് ഇല്ല, ഗ്യാസ് കാണാൻ പറ്റൂല. അപ്പോൾ ഈ ഗ്യാസ് പുക അതൊന്നും നമുക്ക് കാണാൻ പറ്റൂല. ഡോക്ടർ പറഞ്ഞു വയറ് വീർത്തിരിക്കണല്ലോ, അപ്പൊ ഗ്യാസിന്റെ പ്രശ്നം തന്നെയാണെന്നുള്ളത് ഡോക്ടർക്ക് അറിയാം. അതിനുള്ള ടാബ്ലറ്റ് കുട്ടി ഇവിടെ കിടക്കുന്നുണ്ടോ, ഉറങ്ങാം. അങ്ങനെ എന്താ പറയാ, 2 ദിവസം ഡോക്ടറും അങ്ങനെ അവിടെ പരിശോധിച്ചു. പിന്നെ ആ ഡോക്ടറുടെ മരുന്നിലാണ്, വയറിന്റെ ഡോക്ടറിന്റെ മരുന്നിലാണ് പിന്നെ മാറിയത്. ഇതേപോലെ പിന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ചെറിയ ടോണിക്ക് കുടിക്കേണ്ടായിരുന്നു, അപ്പോഴും എനിക്ക് റിലീഫ് ഉണ്ടാവുന്നു. അങ്ങനെ ആ ടോണിക്കും തന്ന് വീട്ടിലേക്ക് വിട്ടു, ടാബ്ലറ്റും തന്ന് വീട്ടിൽ വിട്ടു. പിന്നെ അത് പതുക്കെ അങ്ങനെ മാറി. പതുക്കെ അങ്ങനെ ഉണ്ട് മാറി. ഇവിടുത്തെ പണികൾ ചെയ്തു, അങ്ങനത്തെ ഒന്നല്ല ഞാൻ പറയണത്. ബേബിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയെന്നല്ലേ, എന്റെ കാര്യം ബേബിയുടെ കാര്യം ഞാൻ തന്നെ നോക്കി. കുഞ്ഞാറ്റയുടെ കാര്യം അത് ഞാൻ തന്നെയാണ്. ആ ഒരു ന്യൂ ബോൺ സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് മന്ത് 28 വരെ ഒക്കെ ആണല്ലോ നമ്മൾ ആ ഒരു സ്റ്റേജ്, ന്യൂ ബോൺ സ്റ്റേജ് എന്ന് പറയാം. 28 വരെ അല്ല, 48 വരെയാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ നോക്കിയത്, വേറെ ഇല്ല. അപ്പോൾ എന്താ പറയാ, പിന്നെ കാക്കുവിന് കുഞ്ഞു കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. അത്രയും ചോര കട്ടി കുട്ടികളെ എടുക്കാനേ. മറ്റേ കുറച്ചൊരു കുട്ടിയാണെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതിങ്ങനെ എടുക്കുമ്പോ തന്നെ കാക്കുവിന് എന്തോ ഭയങ്കര ഒരു ഇതാണ്. ഒന്ന് പഠിച്ചു അല്ലേ. അതെ, എനിക്ക് ഇഷ്ടട്ടോ, ഇങ്ങനെ ശരിക്കും ഇഷ്ടം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഞാനിങ്ങനെ കിടത്തുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ കണ്ണൊന്നും എടുക്കുക അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കുട്ടീനെ അവിടെ കിടത്തി കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് തേട്ടി വരുമല്ലോ. ഒരു ദിവസം കാക്കു വന്ന് ബെല്ലടി സമയത്ത് കാക്കുവിന് വാതിൽ തുറന്നെടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ട്, അമ്മ ഇവിടെ മേലെ എവിടെ ആയിരുന്നു. അപ്പോൾ വാതിൽ തുറന്നെടുക്കാൻ വേണ്ടി ഞാനാ പോയത്. അപ്പോൾ ഞാൻ കുട്ടീനെ ഞാനവിടെ കിടത്തിയിട്ടാണ് പോയത്. അപ്പം ഞാൻ വന്നപ്പോഴേക്കുണ്ട് ഇതിൻ്റെ വായിന്ന് പാലൊക്കെ കൂടെ പുറത്ത്, മൂക്കിന്നൊക്കെ പാല് പുറത്തേക്ക് വന്നിരിക്കുന്നു. അന്ന് ഓർത്ത് നോക്കിയാൽ ഞാൻ അത്രയും നേരം ഇങ്ങനെ കണ്ണ് വെട്ടാതെ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ ജസ്റ്റ് വാതിൽ തുറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തേട്ടി വന്നിക്കുക പാല്. നമ്മൾ പുറത്ത് കൊട്ടിയിട്ട് നമ്മൾ എമ്പൊക്കെ ഇട്ട് കളയണമല്ലോ, ഗ്യാസ് തട്ടി കളയണമല്ലോ കുട്ടികൾക്ക്. ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഇതെന്തോ അവിടെ കിടത്തിയപ്പോഴേക്കും പാല് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ആകെ പേടിയായി. ഞാൻ അവരോട് പറഞ്ഞില്ലേ, ഞാൻ വേഗം തോളിട്ട് വേഗം കൊട്ടി റെഡിയാക്കി എടുത്ത്. അപ്പോൾ കുട്ടി ശ്വാസം കിട്ടുമല്ലോ, അതന്ന് അത്രയും ചെറുത് പൊടി കുട്ടിയല്ലേ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എൻ്റെ ഒരു ഇതിലേ. നമ്മൾ പറഞ്ഞു വന്നത് ഇവളുടെ സിസേറിന് ശേഷം അവൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അതും സിസേറിന് ശേഷം. അതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമ്മള് വയ്യാച്ചിരുന്നു കഴിഞ്ഞാൽ ഒക്കെ വയ്യായി തന്നെയാണ്. അതെ, പറ്റും. പിന്നെ നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ല, എന്താ താങ്ങാൻ ആളുണ്ടെങ്കിലേ ക്ഷീണം ഉണ്ടാവും, അങ്ങനെ എന്തോ ഒരു സാധനം പറയുമല്ലോ. അതെ, അപ്പൊ ഇതിപ്പോ ആളില്ലാത്ത കുഴപ്പമില്ല, ഞാൻ മനഃപൂർവ്വം ഇതിന് ഇൻസ്പിറേഷൻ ആവും തോന്നി. പിന്നെ അല്ല കേൾക്കും. അതെ, പിന്നെ ചില ആൾക്കാർ പ്രഗ്നന്റ് ഇത് കഴിഞ്ഞ് മരുന്ന് കുടിക്കാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ മരുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ലേഹങ്ങൾ ഉണ്ടല്ലോ, നമ്മള് എന്താ വരകിയ മരുന്ന് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കഴിക്കണ്ടെന്നുള്ളത്, സിസേറിയൻ കഴിഞ്ഞതല്ലേ കഴിക്കണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര കൊതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ട് മുറിവൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കാണെങ്കിലും പേഴ്സണലി അങ്ങനെ സാധനങ്ങളോടൊന്നും താല്പര്യമില്ല. പിന്നെ എനിക്ക് ചില സാധനങ്ങളൊക്കെ കഴിക്കാൻ കൊതി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഴിക്കാൻ നല്ല കൊതിയൊന്നും കൈതച്ചക്ക. അങ്ങനെ കൈതച്ചക്കൊക്കെ ഞാൻ കൊണ്ടിരിച്ചിങ്ങനെ കഴിക്കായിരുന്നു. കാരണം നമുക്ക് അത്ര ഡെലിവറിയുടെ സമയത്ത് കൈതച്ചക്ക കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ കൈതച്ചക്ക കൊണ്ട് പച്ചടി, കൈതച്ചക്ക കൊണ്ട് ഓലല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കായിരുന്നു ഞാൻ. അങ്ങനെ ഒരു പ്രസവകാലം അല്ലേ. അപ്പോൾ എന്താ പറയാ, വീഡിയോ കുറച്ച് ആളുകൾക്ക് അതൊരു
ആ നമുക്കും പറ്റുന്നൊരു തോന്നൽ ഉണ്ടാവും എന്ന് വിചാരിക്കും. പറ്റും തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതാണ് വീഡിയോ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലേ. ഇപ്പത്തെ ഞാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാട്ടാ, പക്ഷെ എന്താ പറയാ സാഹചര്യം പോലും. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വേറൊന്നും പറയില്ലല്ലോ. പിന്നെ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ കാക്കുന്റെ ഡ്രസ്സ് മാക്സിമം ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സമയമാണെങ്കിലും തിരുമ്പാട് മുന്നത്തെ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കാക്കുനൊക്കെ ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് അല്ല, മുന്നേ സമയത്തൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും കാക്കൂന് എല്ലാ കാര്യങ്ങളും. പിന്നെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയം തൊട്ടിട്ട്, പ്രത്യേകിച്ച് എന്താ പറയാ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുട്ടീനെ നോക്കിയെന്ന് പറയില്ല, ആ സമയത്ത് തൊട്ടിട്ടാണ് കാക്കുവിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് തിരുമ്പി ഉണക്കിയെടുക്കുക. പിന്നെ പരിഭവങ്ങളും പരാതികളും ഇല്ല, ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കൊടുക്കും. അതുകൊണ്ട് കാക്കു അങ്ങനത്തെ പഠിച്ച് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാന്. നമ്മുടെ വീഡിയോ. അതെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.